നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ 2026 വിശദമായ വിഷുഫലമാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം ഭാഗ്യവും പുരോഗതിയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും മാറി പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായി മാറും. തൊഴിൽ മേഖലയിൽ ഈ വർഷം നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ, ശമ്പള വർധനവ്, പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ലഭിക്കാം. ചിലർക്ക് ജോലി മാറ്റത്തിനുള്ള നല്ല അവസരങ്ങളും ലഭിക്കാം. നിങ്ങളുടെ കഴിവും പരിശ്രമവും മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം വളർച്ചയും ലാഭവും ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ പദ്ധതികൾ ആരംഭിക്കാനും വ്യാപാരം വികസിപ്പിക്കാനും നല്ല സമയം ലഭിക്കും. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വർഷം വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലപ്പോൾ ചെറിയ ചിലവുകൾ വരാം. അതിനാൽ സാമ്പത്തിക നിയന്ത്രണം പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. ഭൂമി, സ്വത്ത്, വാഹനം എന്നിവ വാങ്ങാനുള്ള അവസരങ്ങൾ ചിലർക്ക് ലഭിക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ സമയമായിരിക്കും. കുടുംബാംഗങ്ങളോടും കൂടുതൽ സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹവും മനസ്സിലാക്കലും വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ ആരോഗ്യനില നല്ലതായിരിക്കും. എന്നാൽ ഭക്ഷണക്രമവും ജീവിതശൈലിയുമാണ് ശ്രദ്ധിക്കേണ്ടത്. അമിതമായ ജോലി സമ്മർദ്ദവും ഒഴിവാക്കുക. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന വർഷമായിരിക്കും. ശ്രദ്ധയോടെയും പരിശ്രമത്തോടെയും പഠിച്ചാൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധ്യതയുണ്ട്. ഭാഗ്യം വർദ്ധിക്കുന്നതിനായി വിഷുദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക, ദീപം തെളിയിക്കുക, ദാനം ചെയ്യുക എന്നിവ നല്ല ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നത് ഭാഗ്യം വർദ്ധിക്കാൻ സഹായകമാകും. പൊതുവിൽ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 സന്തോഷവും പുരോഗതിയും നൽകുന്ന ഒരു വർഷമായിരിക്കും. ശരിയായ തീരുമാനങ്ങളും പരിശ്രമവും ഉണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ നേടാൻ ഈ വർഷം സഹായിക്കും. മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.